ഒരു പുതിയ കണക്ക് പറയുന്നത് ദുബായിൽ ഇപ്പോൾ ജനസംഖ്യ 4 മില്യണിലധികമായി മാറിയപ്പോൾ റോഡിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയവും കൂടിയിരിക്കുന്നു എന്നാണ്. ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷം 2024 കണക്ക് പറയുകയാണെങ്കിൽ ഒരു 13 മിനിറ്റ് വേണ്ടിയിരുന്ന സ്ഥാനത്ത് 2025 ആയപ്പോൾ നമ്മൾ 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ദുബായിൽ ചിലവഴിച്ചത് ഏതാണ്ട് 19.1 മിനിറ്റാണ്. എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ സാധാരണഗതിയിൽ ഒരു 10 മിനിറ്റിൽ താഴെയല്ലേ നമുക്ക് വേണ്ടൂ. ആ സമയത്താണ് നമ്മൾ ഇരട്ടിയോളം സമയം എടുക്കേണ്ടി വരുന്ന അവസ്ഥ. ട്രാഫിക് തടസ്സം കാരണം പ്രത്യേകിച്ച് ആഴ്ചയിൽ 4 ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെ റോഡിൽ കിടക്കേണ്ടി വരുന്നത്. എന്താണ് ഇതിന് പരിഹാരം? ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ അധ്വാനിക്കേണ്ട സമയം, ഓഫീസിലോ പണിശാലയിലോ ഔട്ട്ലെറ്റുകളിലോ പോയി നിന്ന് ജോലി ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായിട്ട് വിശ്രമിക്കേണ്ട സമയം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം ഇങ്ങനെ റോഡിൽ വാഹനങ്ങളിലാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നു. ഇതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളൊക്കെ ഉടൻ തന്നെ ഗൗരവത്തിലുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വല്ലപ്പോഴും ഇന്നത്തെ പോലെയൊക്കെ ഈ മഴ ഉണ്ടാവുകയും ചാറ്റൽ മഴ റോഡിനെ ഒന്ന് ശിഥിലമാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ താമസം വേറെ വരികയാണ്. ഇന്ന് പിന്നെ അവധിയായതുകൊണ്ട് അത്രയും വലിയ തിരക്കുണ്ടാവില്ലല്ലോ. എങ്കിലും വൈകുന്നേരം ആളുകളൊക്കെ അറച്ചറച്ച് പുറത്തിറങ്ങുമ്പോൾ സഞ്ചരിക്കാൻ വേണ്ടി ഈ മഴ പെയ്ത റോഡിൽ, ചാറ്റൽ മഴ കിടക്കുന്ന റോഡിലൂടെ പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നതും അത് കാരണമുള്ള ഈ സമയത്തിലെ വ്യത്യാസങ്ങളും എല്ലാം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ മഴക്കോള് നാളെ കൊണ്ട് അപ്രത്യക്ഷമാകും എന്ന മട്ടിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ന് രാവിലെ റാസഹീമയിൽ മഴ കിട്ടി. ഉച്ച തിരിഞ്ഞൊരു 3 മണിയോടുകൂടി ദുബായിൽ പല ഭാഗങ്ങളിലും മഴ കിട്ടി. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ അബുഹയിലും കറാമയിലും സത്വ ഭാഗത്തുമൊക്കെ സാമാന്യം ഭേദപ്പെട്ട മഴ ഏതാനും സെക്കൻഡുകളെങ്കിലും നീണ്ടു നിന്നു എന്ന അഭിപ്രായമാണ് ഓരോരുത്തരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നല്ല തണുപ്പായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. പ്രത്യേകിച്ച് കടപ്പുറങ്ങളിൽ അതിശക്തമായിട്ടുള്ള തണുത്ത കാറ്റ് വീശുകയാണെന്ന റിപ്പോർട്ട് വരികയാണ്. ഇന്ന് രാത്രി മഞ്ഞ് കൂടാനുള്ള സാധ്യതയെക്കുറിച്ച് നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. നാളെ വെളുപ്പാങ്കാലത്തും ശക്തമായ മഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ലോങ് റൂട്ടിലൊക്കെ പോകുന്നവർ മൂടൽമഞ്ഞിനെതിരെയുള്ള ജാഗ്രത വാഹനം ഓടിക്കുമ്പോൾ പാലിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. പ്രത്യേകം ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. UAE മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ഈ മഴക്കാലത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു വെറ്റ് വെതർ സിറ്റുവേഷൻ എല്ലായിടത്തും ഉണ്ട് എന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദുബായ് RTA അബുദാബിയുടെ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഗൗരവത്തിൽ പറയുന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. RTA പേരിൽ വരുന്ന മെസ്സേജുകൾ ആദ്യം ഒരുപാട് ഗുണദോഷിച്ചെങ്കിലും ആളുകൾ കേൾക്കുന്നില്ല. ആളുകൾ ഈ RTA എന്ന് കണ്ട ഉടനെ OTP വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കണം. ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നോ സോഷ്യൽ മീഡിയയുടെ ഒഫീഷ്യലാണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം പ്രതികരിക്കാനെന്നത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതിൻ്റെ ഒഫീഷ്യൽ ചാനൽ വഴി നമ്മൾ അറിയിക്കും. അല്ലാതെ RTA എന്ന വാക്ക് കണ്ടുകൊണ്ട് ആരെങ്കിലും നമ്മോട് സംസാരിക്കാൻ വന്നാലോ മെസ്സേജ് അയച്ചാലോ ഉടൻ തന്നെ ഇതാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ള ഡേറ്റ എല്ലാം കൊടുക്കരുതേ എന്ന വിധത്തിൽ വീണ്ടും അഭ്യർത്ഥനകൾ, മുന്നറിയിപ്പുകൾ RTAയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് ഡേറ്റ ചോർന്നു പോയത് വെറും ഡേറ്റ പോകുന്നു മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കാശൊക്കെ ഒരുപാട് നഷ്ടമാവുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Flour Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Ain Golden Diamonds, Choco World, Abu Dhabi.